HR ബാബു അദ്ദേഹത്തിന്റെ ഒരു 2 വാക്കുകൂടെ നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. HR ബാബു അവരുടെ സ്വാഗതം ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങൾ, വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും. ഏതുതരം വിദ്യാഭ്യാസമായ നമ്മുടെ ആധുനിക സാമൂഹ്യ ജീവിതത്തിന് യോജിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുറിച്ചുള്ള അറിവുകളും ആ അറിവിലേക്ക് എത്താനുള്ള അറിവും നേടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അറിവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ ഓർക്കണം. ഈ കാണായ പ്രപഞ്ചം മുഴുവനും, ഈ പ്രപഞ്ചത്തിലെ ചൈതന്യം മുഴുവനും, ശക്തി മുഴുവനും ഉണ്ടായി വന്നത് ഈശ്വരനിൽ നിന്നാണ്. നിങ്ങളെ ഒരു അധ്യാപകൻ വന്ന് പഠിപ്പിക്കുന്നു. ആ അധ്യാപകൻ മറ്റൊരു ഗുരുവിനാൽ അറിവ് നേടുന്നു. അപ്പോൾ ഈ അറിവിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് ഈ അറിവുണ്ടായി വന്നത്? അറിവിൻ്റെ ഉറവിടം ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ മറ്റൊന്നും ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ആത്യന്തികമായി ഈ പ്രപഞ്ചം മുഴുവനും, ഞാൻ പിടിച്ചിരിക്കുന്ന ഈ മൈക്രോഫോൺ പോലും ഈശ്വരനാണ്. ഇതിലെ ഒരു പരമാണുവിൽ പോലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ഈശ്വരനിൽ വസിക്കുന്നുവോ? ഈശ്വരൻ നമ്മളിൽ വസിക്കുന്നുവോ? ഉത്തരത്തിന് ഒരുപാടൊന്നും അലയേണ്ട കാര്യമില്ല. ഭാരതത്തിൻ്റെ മതേതര സന്യാസി, ലോകത്തിന് വെളിച്ചം പകരേണ്ട സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ജീവിച്ച സമാധിയായ ശ്രീ നാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പച്ച മലയാളത്തിലൂടെയുണ്ട്. അതിലേക്ക് നോക്കിയാൽ മതി. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങനെ ഭഗവാനെ. ഈശ്വരൻ എവിടെയിരിക്കുന്നു? ഈശ്വരൻ നമ്മളിരിക്കുന്നു, നമ്മൾ ഈശ്വരനിരിക്കുന്നു. ഈശ്വരൻ അകത്തും പുറത്തും ഇരിക്കുന്നു. ഏതിൻ്റെ? സകലത്തിൻ്റെയും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ പോലും ഉള്ളിലും പുറത്തും ഈശ്വരൻ ഇരിക്കുന്നു. അറിവിന്റെ ഉറവിടം എവിടെ? ഈശ്വരൻ. സംശയിക്കേണ്ട. അറിവ് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെ? ഗുരുവിലൂടെ. അപ്പൊ ഗുരു പ്രത്യക്ഷ ദൈവം. അറിവ് നമുക്ക് തരുന്ന അദ്ദേഹം പ്രത്യക്ഷ ദൈവമാണ്. കബീർദാസിന്റെ ഒരു ദർശനമുണ്ട്. ഗുരുവും ഈശ്വരനും ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ ആരെ നമസ്കരിക്കും? ആദ്യം ചോദ്യം കുഴയ്ക്കുന്ന ചോദ്യമാണ്. പക്ഷെ യാതൊരു സംശയവുമില്ല, ആദ്യം ഗുരുവിനെ നമിക്കണം, പിന്നീട് ഈശ്വരനെ നമിക്കേണ്ടത്. ഈശ്വരീയമായ അറിവുകൾ, ഈശ്വരനെ കുറിച്ചുള്ള ഈശ്വരീയമായ അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചത് ഗുരുനാഥനായതുകൊണ്ട് ഗുരുവിനെ നമിക്കണം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഗുരുവിന്റെ സ്ഥാനം എവിടെ നിൽക്കുന്നു? ചിന്തിച്ചു നോക്കുക. വളരെ ഗതികേടാണ്. ഈ സമ്പ്രദായം ഭാരതത്തിൻ്റെതല്ല. പക്ഷെ ഈ സമ്പ്രദായത്തിലൂടെ പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒന്ന് ചെയ്യാം. ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന അപചയങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതേ നിവർത്തിയുള്ളൂ. എന്ത് അപചയമാണ് ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വ്യക്തമായി നമുക്കറിയാം. വളരെ ചെറിയ പ്രായം മുതലേ ഒരു കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോഴേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വലിയ എമൗണ്ട് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച് പഠിപ്പിച്ച് വലിയ ആളാക്കി, വലിയ ഡിഗ്രികൾ ലഭിച്ചു, വലിയ ഉദ്യോഗം, ശമ്പളം, നല്ല കുടുംബം, കാറ്, വീട്. ഇവിടെ ഈ പഠിപ്പിച്ച മാതാപിതാക്കൾ വൃദ്ധരായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരം തളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കിടക്കും. അപ്പോഴെന്ത് ചെയ്യും ഈ കുട്ടികൾ? ഇതിൽ ചിലരെങ്കിലും ഇവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി കളയും. മഹാഭാവികൾ. ഇവിടെ
നന്മയുടെ പ്രകാശം പകരാൻ ഈ സമ്പ്രദായത്തിന് കഴിയുന്നില്ല. നന്മ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളണം. അത് ശരതി കുവൈറ്റും SSSഉം ചേർന്ന് നിൽക്കുമ്പോൾ അത് സാധിക്കും. ഈ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസത്തോടൊപ്പം മൂല്യവത്തായ മറ്റ് അറിവുകളും നൽകാൻ ശിവഗിരി സംരക്ഷണ സംഘത്തിന് കഴിയും. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്, എല്ലാവർക്കും അറിവ്. അതാണ് പദ്ധതി. യാതൊരു ഭേദചിന്തയും ഇല്ലാതെ സകലർക്കും അറിവ്. എന്ത് തൊഴിലായിക്കോട്ടെ, എന്ത് വിദ്യാഭ്യാസമായിക്കോട്ടെ, എന്ത് പഠിത്തവുമായിക്കോട്ടെ, അതിനോടൊപ്പം ഈശ്വരീയമായ അറിവുകളും കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിൻ്റെ ഗുണം ഈ മഹാഭാവികളായി പോകില്ല. ഈ കുട്ടികൾ മാതാപിതാക്കളെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കിയാൽ ആ ജന്മത്തിൽ രക്ഷപ്പെടുമോ? എത്രയോ ജന്മങ്ങളിലേക്ക് അവൻ രക്ഷ കിട്ടാതെ അറിയേണ്ടി വരും. ഈ കുട്ടികൾക്ക് ഭാരതത്തിന്റെ ആത്മീയമായ അറിവുകൾ കൊടുക്കേണ്ട കടമ, കർത്തവ്യം രക്ഷകർത്താക്കൾക്കുണ്ട്, അല്ലെങ്കിൽ ഗുരുക്കന്മാർക്കുണ്ട്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ഇല്ലാതായിരിക്കുന്നു. അതിനോട് തിരിച്ചു കൊണ്ടുവരും. അത് SSS തിരിച്ചു കൊണ്ടുവരും. മൂല്യവത്തായ ഒരു ജീവിതത്തിലേക്ക് ഒരു കുട്ടിയെ എങ്ങനെ ഉയർത്താം എന്ന് SSS കാണിക്കും. അതിനുവേണ്ടിയായിരിക്കും ഈശ്വര നിയോഗം പോലെ ശരതി കുവൈറ്റും SSSഉം ഒരുമിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രധാന വിഷയം ഈ വിദ്യ അവിദ്യ എന്ന് ഭാരതത്തിലെ മഹർഷിമാരിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. വിദ്യാംശ, വിദ്യാം. ഏതാണ് വിദ്യ, ഏതാണ് അവിദ്യ? ഞാൻ നിൽക്കട്ടെ, ആ വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ ഗുരുവിൻ്റെ അറിവ് എന്ന ദർശനം, ഗുരു വളരെ കാര്യമായിട്ട് ഗുരുവിൻ്റെ ചിന്താധാരകളിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് അറിവ്. ഗുരു ഈ അറിവിനെ ഈശ്വരൻ എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നമ്മളും നമ്മുടെ കുട്ടികളും ഈ അറിവിനെ ഈശ്വരനായി കാണണം. പണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയായിരുന്നു? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏത് കൊട്ടാരത്തിൽ ജനിച്ചവനായാലും ഗുരുകുലത്തിൽ പോകും. പിന്നെ 18 വയസ്സാവുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അതുവരെ ഗുരുകുലത്തിൽ ഗുരുവിനോടൊപ്പം നിന്ന് പഠിച്ച് സകലതും പഠിച്ച് ഗുരുകുലം വിട്ട് വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ മാതാവിനെയും പിതാവിനെയും നമസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നീട് മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചാൽ മതി, അവൻ്റെ ആ ജന്മം വഴിപോകുന്നില്ലല്ലോ. കുട്ടികളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്തില്ലാത്തത്. അതിന് SSSന് കഴിയട്ടെ. അത് കഴിയുവാൻ ഈ ചെയർമാൻ്റെ കാര്യങ്ങൾക്ക് ശക്തി നൽകാൻ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.